എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് വീണ്ടും വിളിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് വൈജയന്തി. പക്ഷേ ബാലൻ ഇപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇതേ സമയം തന്നെ മനു വൈജയുടെ ഫോണിലേക്ക് തിരിച്ചു വിളിക്കുന്നു. ഞാനും വിളിച്ചു നോക്കി ആൻറ്റി, പക്ഷേ ഒരു രക്ഷയില്ല. അങ്കിള് എൻ്റെയും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ വൈജ മനുവിനോട് ചോദിക്കുന്നുണ്ട്, ബാലൻ തമിഴ്നാട്ടിലേക്ക് പോയതാണോ? സംശയത്തോടുകൂടി മനു ആണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. മനു വൈജയോടായി ഈ ഊട്ടിയോ കൊടൈക്കനാലോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? മറുപടിയായി വൈജ അങ്ങനെയൊന്നും ഇല്ലെന്നേ. അഥവാ അങ്ങനെ പോകാനായിരുന്നെങ്കിലും അത് പക്ഷേ പറയാതെ പോകത്തില്ല. ആൻറ്റി ലയൺസ് ക്ലബ്ബിൽ വിളിച്ചു നോക്കിയിരുന്നോ? അവിടെ വല്ലോ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ വൈജ അത് ഞാൻ വിളിച്ചന്വേഷിച്ചു, അവിടേക്കും ചെന്നിട്ടില്ല എന്ന് മറുപടിയായി പറയുന്നു. അപ്പോൾ മനു അങ്കിള് സാധാരണ ഇങ്ങനൊന്നും ചെയ്യാറുള്ളതല്ലല്ലോ. മനുവിനോട് അവസാനമായി വൈജ കഴിഞ്ഞ 22 വർഷത്തിനിടയ്ക്ക് ഇങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്നേ, ഇത് ആദ്യമായിട്ടാ. എന്നാൽ ശരി ആൻറ്റി, ഞാൻ കട്ട് ചെയ്തിട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് മനു ഫോൺ വെക്കുന്നു. ഇതേ സമയം ബാലൻ ആഗ്രയിലേക്കുള്ള യാത്രയിൽ ഒരിടത്തായി വണ്ടി ഒതുക്കി അല്പം വിശ്രമിക്കുകയായിരുന്നു. നേരം വെളുത്തു എന്ന് മനസ്സിലാക്കിയുടൻ തന്നെ ബാലൻ അവിടുന്ന് യാത്ര തുടരുന്നു. അങ്ങനെ കുറേയേറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ ബാലൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെ എത്തിച്ചേരുന്നു. ബാലൻ അങ്ങനെ തനിക്ക് പരിചയമുള്ള ഒരു വീടിന്റെ മുൻപിലേക്ക് ചെല്ലുന്നു. അവിടുത്തെ കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും ഒരാൾ വന്ന് വാതിൽ തുറക്കുന്നു. ബാലനെ കണ്ടയുടൻ തന്നെ അയാൾ അതിശയം പ്രകടിപ്പിക്കുന്നു. ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞു പോലും ഇല്ലല്ലോ. ഇത് ഒറ്റയ്ക്കാണോ അതോ ഭാര്യയും കുട്ടികളും എല്ലാവരെയും കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ല, ഇതെന്തു പറ്റി ഇത്രയും നേരത്തെ എത്തിയത്? ബാലനെ കണ്ടിട്ട് തന്നെ ആകെ ക്ഷീണിതനാണല്ലോ, അതും ഇത്രയും വെളുപ്പിനെ. ഇത് കേൾക്കുന്ന ബാലൻ അത്ര വെളുപ്പിനെയൊന്നും അല്ലല്ലോ, സമയം ഇപ്പോൾ 8 മണിയായില്ലേ. അയാൾ അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ ഞാൻ ഗംഗേട്ടനോട് ഒരു കാര്യം തിരക്കാനായിട്ട് വന്നതാണെന്ന് ബാലൻ പറയുന്നു. ബാലൻ ഇപ്പോൾ അല്പം ദേഷ്യത്തോടെ ഗംഗേട്ടനോടായി, ഞാൻ തനിച്ചാണ് വന്നത്, മാത്രമല്ല ഞാൻ വരുന്ന വിവരം അറിയിക്കാനായി യാതൊരുവിധ ഉദ്ദേശവുമില്ലായിരുന്നു. ഇപ്പോൾ ഗംഗേട്ടൻ മറുപടിയായി, ബാലചന്ദ്രന് എന്തോ സീരിയസ് മാറ്റർ സംസാരിക്കാനുള്ള എനിക്ക് തോന്നുന്നല്ലോ. ഇത് കേൾക്കുന്ന ബാലൻ, അതെ, അല്പം സീരിയസ് ആയിട്ടുള്ള മാറ്റർ തന്നെയാണ്. അങ്ങനെ അവർ ഇരുവരും അകത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഗംഗേട്ടൻ്റെ ഭാര്യയും വരുന്നുണ്ട്. ഇത് അതിശയമായി പോയല്ലോ, എന്തുപറ്റി, ഒറ്റയ്ക്കാണോ അതോ ഭാര്യയും കുട്ടികളെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അവർ തിരക്കുന്നുണ്ട്. എന്നാലും ഇതെന്തൊരു അത്ഭുതമായിപ്പോയി, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ലെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. എന്നാലും എന്തുപറ്റി ഇങ്ങനൊരു സർപ്രൈസ് വിസിറ്റ്? ആരും തന്നെ വിളിച്ചു പറഞ്ഞില്ല. വൈജയാകട്ടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞുമില്ലല്ലോ. ഇപ്പോൾ ഗംഗേട്ടൻ മാലതിയോടായി, നീ പെട്ടെന്ന് തന്നെ ഇയാൾക്കൊരു ചായ കൊണ്ട് കൊടുക്ക്. മാത്രമല്ല രുക്കുവിനോട് പറഞ്ഞ് ആ ഗസ്റ്റ് റൂം ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് പറ. രാത്രി ഫുൾ ഡ്രൈവ് ചെയ്ത് വന്നാലേ ഇയാൾക്കിപ്പോൾ കുറച്ച് വിശ്രമം ആവശ്യമുണ്ട്. ഈ സമയം ബാലൻ, ഗംഗേട്ടന് എവിടോട്ടേലും പോകാനായിട്ടുണ്ടോ? ഈ സമയത്ത് ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുന്ന കണ്ടുകൊണ്ട് ചോദിച്ചാണ്. ഇതിന് മറുപടിയായി ഗംഗേട്ടൻ, ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ മകളുടെ എൻഗേജ്മെൻ്റ് ആണ്. സോ ഐ ഹാവ് ടു ഗോ റൈറ്റ് നൗ. ബാലചന്ദ്രൻ ഒന്ന് റെസ്റ്റ് ചെയ്തോളൂ. ഐ വിൽ കം ബാക്ക് ബിഫോർ ലഞ്ച് എന്ന് ഗംഗേട്ടൻ പറയുന്നു. ഇപ്പോഴും ബാലൻ ഉറച്ചു പറയുകയാണ്, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. ചെറിയൊരു മുഷിപ്പോടെ ഗംഗേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടുത്തെ ഫംഗ്ഷന് പോലും നിൽക്കുന്നില്ല, അറ്റ്ലീസ്റ്റ് ഫുഡ് പോലും കഴിക്കാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് അവിടം വരെ പോയി ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടെങ്കിൽ വരാം. തൻ്റെ സർവ്വ നിയന്ത്രണവും വിട്ടെന്ന പോലെ ബാലൻ ഇപ്പോൾ അല്പം ഉച്ചത്തിൽ, എനിക്ക് നിങ്ങളോട് സംസാരിച്ചേ മതിയാകൂ ഗംഗേട്ടാ. ബാലനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഗംഗേട്ടൻ, ഞാൻ ബാലിനെ ഉപേക്ഷിച്ചു പോകുകയല്ല, നമ്മൾക്ക് വന്നിട്ട് തീർച്ചയായിട്ടും സംസാരിക്കാം. യു ആർ മൈ ഡിസ്റ്റിങ്ഷ്ഡ് ഗസ്റ്റ്. യുനോ, മാരേജ് എൻഗേജ്മെൻ്റ് അല്ല എനിക്ക് വലുത്. എൻ്റെ ഒരു പ്രസൻസ് അവിടെ കാണിച്ചിട്ട് ഉടനെ തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ ബാലൻ ദേഷ്യത്തോടെ, ഞാൻ രാത്രി മുഴുവൻ കാർ ഓടിച്ച് വന്നിരിക്കുകയാണ് നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം, അതുകൊണ്ട് എനിക്ക് സംസാരിക്കണം. കേൾക്കുന്ന ഗംഗേട്ടൻ, ബാലചന്ദ്രൻ നിങ്ങൾ കുറച്ച് സമയം വിശ്രമിക്കൂ, ഞാൻ ഉടനെ തന്നെ പോയിട്ട് വരാം. ഒട്ടും ദേഷ്യം സഹിക്കാൻ വയ്യാതെ എന്നോണം ബാലൻ, ഞാൻ ഇത്രയും നേരം വളരെ മാന്യമായിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത്. 400 കിലോമീറ്റർ അകലേന്ന് വരുവാൻ ഞാൻ വെറുതെ വന്നതല്ലെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്കുണ്ടല്ലോ. ഇപ്പോൾ ഗംഗേട്ടൻ ബാലനോടായി, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ ബാലൻ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ വെറും പുച്ഛത്തോടെ ബാലൻ, നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കാം, പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഒഴിവാക്കണമെന്ന് വളരെ വിദഗ്ധമായി പഠിച്ച ആളാണല്ലോ നിങ്ങൾ. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കൂ ബാലേന്ദ്രൻ, നിങ്ങൾക്കൊന്ന് ഷവർ ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അരമണിക്കൂറൊന്ന് ഉറങ്ങാം, അത്രേ സമയമേ വേണ്ടൂ. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെങ്കിലും ഞാൻ കേൾക്കാം. നമുക്ക് സാവകാശം ഇരുന്ന് ക്ഷമയോടെ സംസാരിക്കാം. ബാലൻ ഉറച്ച സ്വരത്തിൽ, എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ ഗംഗേട്ടൻ എങ്ങോട്ടും പോകരുത്. ഈ സമയം ബാലചന്ദ്രനുള്ള ചായയുമായി മാലതി അങ്ങോട്ടേക്ക് വരുന്നു. ബാലിനുള്ള റൂം റെഡിയായെന്ന് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ മാലതി ബാലിനെ കൂട്ടിക്കൊണ്ട് അകത്ത് മുറിയിലേക്ക് പോകുന്നു. ഈ സമയം മാലതി വൈജയ്ക്കും മക്കൾക്കൊക്കെ സുഖമാണോ എന്ന് തിരക്കുന്നു. മറുപടിയായ ബാലൻ വളരെ സുഖമെന്ന് പറയുന്നു. രോഹിത് എഞ്ചിനീയറിംഗിനല്ലായിരുന്നോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. കുറിച്ച് ചോദിച്ചപ്പോൾ ബാലൻ മറുപടിയായി, അവൻ പലതും പഠിക്കുന്നുണ്ട്, പലതും പഠിക്കാതിരിക്കുന്നുമുണ്ട്. ഈ സമയം മാലതി ബാലനോടായി, ബാലചന്ദ്രനാകെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നല്ലോ, എന്തു പറ്റി? മറുപടിയായ ബാലൻ, ഇനി എന്ത് പറ്റാൻ,
ബബിതയും കൃഷ്ണജിയും നന്നായിട്ടിരിക്കുന്നു. എല്ലാവരും ഓക്കെയാണെന്ന് ബാലൻ മറുപടി പറയുന്നു. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ആരെങ്കിലുമൊക്കെ കൂടെ കൂട്ടായിരുന്നു. ഞാൻ പ്ലഷർ ട്രിപ്പ് വന്നതല്ല മേം സാബ്. ഇതിനുള്ള മറുപടിയായി മാലതി, ഇതൊരു ഇൻസൾട്ടിങ് പോലെ തോന്നുന്നല്ലോ. ഇപ്പോൾ ബാലൻ മറുപടിയായി, ആരെയാണ് ഇൻസൾട്ട് ചെയ്തത്? ഇപ്പോഴും ആരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്രയും പറഞ്ഞ് ഒരു പരിഹാസ ചിരിയോടുകൂടി ബാലൻ അങ്ങനെ നിൽക്കുന്നു. മാലതി ഇപ്പോൾ ബാലനോടായി പറയുന്നുണ്ട്, ബാലൻ പോയിന്ന് ഫ്രഷ് ആയിക്കോളൂ. ബ്രഷും പേസ്റ്റും സോപ്പും എല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. ഇതിനു മറുപടിയായി ബാലൻ താങ്ക്സ് അത്രമാത്രം പറയുന്നു. ഈ സമയം മാലതി ഗംഗേട്ടനോടായി, ഇതെന്താ എൻഗേജ്മെന്റിന് പോകുന്നില്ലേ? എന്തായാലും ബാലനോട് സംസാരിച്ചിട്ട് പോകാമെന്ന് അയാൾ പറയുന്നു. അതിനെന്തിനാണ് ഡ്രസ്സ് മാറിയിരിക്കുന്നത്? കുറച്ചു കഴിഞ്ഞാൽ പോവാല്ലോ. അല്ലാതെ മണിക്കൂറുകൾ നീളുന്ന ഡിസ്കഷനൊന്നും ഇല്ലല്ലോ. അതൊന്നും അറിയില്ല മാലതി. അയാൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അയാൾ എന്തും പറയും, എന്തും ചെയ്യും. എനിക്ക് അങ്ങനെ തോന്നി. ഇത് കേൾക്കുന്ന മാലതി, നമ്മൾക്ക് വൈജയന്തിയെ വിളിച്ചു നോക്കിയാലോ? അപ്പോൾ ഗംഗേട്ടൻ, വിളിക്കരുത്. ബാലചന്ദ്രൻ വന്നിരിക്കുന്നത് വൈജയോട് പറയാതെയാണ്. മാലതി, അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുന്നു. ഇത്രയും നേരമായിട്ടും വൈജ നമ്മളെ കോൾ ചെയ്തിട്ടില്ല. ബാലൻ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ ഉറപ്പായിട്ടും നമ്മളെ വിളിച്ചിരുന്നേനെ. കേൾക്കുന്ന മാലതി, അത് ശരിയാണല്ലോ. എന്നാലും നമുക്ക് അവളെ വിളിച്ച് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് ചോദിച്ചാലോ? ഒരു ചോദ്യം അവൾക്ക് ഒന്നാം തരം അടയാളമല്ലേ ബാലചന്ദ്രൻ ഇവിടെ വന്നിരുന്നു എന്നതിന്റെ തെളിവ്. ബാലചന്ദ്രൻ വൈജയുമായി പിണങ്ങി വന്നതായിരിക്കുമോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് മാലതി തിരക്കുന്നുണ്ട്. സംസാരിക്കാൻ വേണ്ടി എന്നെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നോ എന്ന് മാലതി തിരക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്തോ? അയാൾ പൊട്ടിത്തെറിക്കാൻ ഭാഗത്തിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെങ്ങനെ പോകും? മാലതി ഗംഗേട്ടനോടായി, അല്ലെങ്കിലും വൈജയും ബാലനും തമ്മിൽ അത്ര വലിയ വഴക്കുകളൊന്നും ഉണ്ടായിരുന്നിട്ടില്ലല്ലോ. ഏതായാലും ബാലചന്ദ്രനുമായി സംസാരിച്ചതിന് ശേഷം മാത്രം നമുക്ക് വൈജയെ കോൾ ചെയ്താൽ മതി. പ്രശ്നം അത്രയും നിസ്സാരമല്ല, വളരെ സീരിയസ് ആണ്. കാരണം ബാലനെ എനിക്കറിയാവുന്നതല്ലേ. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് മാലതി അവിടെ നിന്ന് പോകുന്നു. കുളി കഴിഞ്ഞ് ഫ്രഷ് ആയ ശേഷം അങ്ങോട്ടേക്ക് വരുന്ന ബാലനോട് ഗംഗേട്ടൻ, ഇപ്പോൾ മുഖത്തൊക്കെ ഒരു തെളിച്ചം വന്നു. ക്ഷീണമൊക്കെ മാറിയിരിക്കുന്നു. വാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. മറുപടിയായി ബാലൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പക്ഷേ ഇവിടെ വേണ്ട. നമുക്ക് മറ്റെവിടേക്കെങ്കിലും പോകാം, ഏതെങ്കിലും ഹോട്ടലിലേക്ക്. മറുപടിയായി ഗംഗേട്ടൻ, അല്ല, നമ്മൾക്ക് സംസാരിക്കണ്ടേ? മറുപടിയായി ബാലൻ ദേഷ്യത്തോടെ, എനിക്ക് നിങ്ങളോട് തനിച്ചാണ് സംസാരിക്കേണ്ടത്. ആ സമയത്ത് ഇവിടെ മറ്റാരും വേണ്ട. അത് സമ്മതിക്കുകയാണ് ഗംഗേട്ടൻ. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ഊട്ടിയിലേക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്കായാലും പോകാം. ഞാൻ മാലതിയോടൊന്ന് പറയട്ടെ. ചില കുശലാന്വേഷണങ്ങൾ എന്ന പോലെ ഗംഗേട്ടൻ ഇപ്പോൾ ബാലനോടായി ചോദിക്കുന്നു, ബാലൻ്റെ ബിസിനസ്സൊക്കെ ഇപ്പോൾ എങ്ങനെ പോകുന്നു? മറുപടിയായി ബാലൻ, വളരെ ഗംഭീരം. ഇപ്പോൾ ഗംഗേട്ടൻ, ഞാനും മാലതിയും കൂടി പാലായ്ക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അച്ഛൻ പോയതിന് ശേഷം അങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല. ബാലേന്ദ്രൻ്റെ ഹെൽത്തൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഗംഗേട്ടൻ ചോദിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി ബാലൻ, ഞാൻ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ വന്ന് നിൽക്കുകയാണ്. സില്ലി ചോദ്യങ്ങൾ ചോദിച്ച് എൻ്റെ ടെൻഷൻ കൂട്ടല്ലേ. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ഹോട്ടലിലേക്ക് വന്നെത്തുന്നു. അകത്ത് കയറിയ ശേഷം ആഹാരം എന്താണ് വേണ്ടതെന്ന് ബാലനോട് ചോദിക്കുമ്പോൾ മറുപടിയായി ബാലൻ, എനിക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്. അങ്ങനെ ബാലൻ ഗംഗേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് ഏട്ടനോട് രണ്ട് കാര്യങ്ങളെ ചോദിക്കേണ്ടതുള്ളൂ. കേൾക്കുന്ന ഗംഗേട്ടൻ, നമ്മൾക്ക് വല്ലതും കഴിച്ചിട്ട് സമാധാനമായിരുന്ന് ഡിസ്കസ് ചെയ്താൽ പോരെ? ഇത് കേൾക്കുന്ന ബാലൻ, അത്രയും ക്ഷമ എനിക്കില്ല. സമയം ബാലൻ ഗംഗേട്ടനോട് ചോദിക്കുന്നു, ഞാനുമായുള്ള വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ സഹോദരി വൈജയന്തി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നോ? തൻ്റെ മേൽ കനത്ത ഒരു പ്രഹരം കിട്ടിയ പോലെ ഗംഗേട്ടൻ സ്തംഭിച്ചു നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.